ഹായ് മക്കളെ, എല്ലാവരും എക്സാമിൻ്റെ ചൂട്ടിലായിരിക്കില്ലേ? പഠിക്കാനൊക്കെ തുടങ്ങിയില്ലേ? റിവിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? അപ്പം 10ാം ക്ലാസ്സിലെ ബയോളജിയിൽ നിന്ന് 2 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക. 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ഉണ്ടാവും കേട്ടോ. 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പം എക്സാം നല്ല രീതിയിൽ പഠിച്ചാൽ നന്നായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിന്ന് ഒരു റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ പറഞ്ഞ് നല്ലൊരു റിവിഷൻ നമുക്ക് തുടങ്ങാം. അപ്പം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ ജെനറ്റിക്സ് ഓഫ് ലൈഫിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ തുടക്കത്തിൽ തന്നെ 2 പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? ജെനിഫർ എ ഡൗഡിനെയും എമുവൽ കാർപ്പൻറ്റിയറും 2 പേര് ആലോചിച്ച് വെക്കണം. ഇവരാണ് ക്രിസ്പർ കാസ് എന്ന് പറയുന്ന ജീൻ എഡിറ്റിംഗ് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ജീൻ എഡിറ്റിംഗ് ആയ ക്രിസ്പർ കാസ് കൊണ്ടുവന്ന 2 പേര് ജെനിഫർ എ ഡൗഡിനെയും എമുവൽ കാർപ്പൻറ്റിയറും. ആ പേര് ഒന്ന് ആലോചിച്ച് വെക്കുക. ദെൻ അടുത്തത് നമുക്ക് എവിടെയാണ് നമ്മളുടെ DNA ഇരിക്കുന്നത്, ആ ഓർഡറിൽ ക്വസ്റ്റ്യൻസ് വരാം. എവിടെയാണ്? ന്യൂക്ലിയസ് സെല്ലിൻ്റെ ഉള്ളിലെ ക്രോമസോമിൻ്റെ ഉള്ളിലാണ് DNA വരിക. ഈ ഒരു പിക്ചർ തന്നെ തന്നിട്ട് ഇത് ഓർഡറിൽ ചോദിക്കുന്നുണ്ട്. സെല്ല്, ന്യൂക്ലിയസ്, ക്രോമസോംസ്, DNA. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തത് സ്ട്രക്ചർ ഓഫ് DNA ആണ്. DNAൻ്റെ സ്ട്രക്ചർ ആലോചിച്ച് വെക്കണം. എന്താ? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. DNAക്ക് സ്ട്രക്ചർ ഡബിൾ ഹെലിക്കൽ മോഡൽ സ്ട്രക്ചർ കൊണ്ടുവന്നിരിക്കുന്നത് 2 പേരുണ്ട്. ആരൊക്കെയാണ്? ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണും. ഈ 2 പേര് ആലോചിച്ച് വെക്കണം. ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണുമാണ് DNAക്ക് ഡബിൾ ഹെലിക്കൽ മോഡൽ എന്ന സ്ട്രക്ചർ കണ്ടുപിടിച്ച ആൾക്കാർ. ദെൻ DNAയിൽ എന്താണ്? ന്യൂക്ലിയോടൈഡ് കാണപ്പെടുന്നുണ്ട് അല്ലേ? DNAൻ്റെ എന്താ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. DNAയിലെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുക്കുള്ളത് എന്താണ്? ഷുഗർ മോളിക്കൂൾ അല്ലേ? ഷുഗർ മോളിക്കൂൾ DNAയിലെ ഷുഗർ മോളിക്കൂൾ ഏതാ? ഡിയോക്സി റൈബോ ഷുഗർ. നൈട്രജൻ ബേസുകളുണ്ട്. DNAയിലെ നൈട്രജൻ ബേസുകൾ നമ്മൾ പഠിച്ചിരുന്നു. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അത് ആലോചിച്ച് നോക്കുക. ദെൻ വട്ടത്തിൽ ഫോസ്ഫേറ്റ്. വീട്ടിൽ ഷുഗർ മോളിക്കൂൾ, ചതുരത്തിൽ ആരാണ്? നൈട്രജൻ ബേസുകൾ. അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചർ തന്നിട്ട് അടയാളപ്പെടുത്താൻ ചോദിക്കാം. ദെൻ ഈ ഫോസ്ഫേറ്റിൻ്റെ ഫംഗ്ഷൻ ചോദിക്കുന്നുണ്ട്. ഫോസ്ഫേറ്റിൻ്റെ ഫംഗ്ഷൻ ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ? ന്യൂക്ലിയോടൈഡിലെ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ? ന്യൂക്ലിയോടൈഡുകൾക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ട് അല്ലേ? ആ ബോണ്ട് ഫോർമേഷന് സഹായിക്കുന്ന ആളാണ് ഫോസ്ഫേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ദെൻ ഈ ഒരു സ്ട്രക്ചർ എക്സാമിന് ഉറപ്പായിട്ടും വരും. അഡിനിൻ ആരുമായിട്ടാണ് ബോണ്ട് ചെയ്യുക? തൈമിനുമായിട്ടാണ് ബോണ്ട് ചെയ്യുന്നത്. ഏത് ബോണ്ടാണ്? ഡബിൾ ബോണ്ട്. ഗ്വാനിൻ ആരുമായിട്ടാണ് ബോണ്ട് ചെയ്യുന്നത്? സൈറ്റോസിൻ. അപ്പം ഇവിടെ ഗ്വാനിൻ എന്ന തന്നിട്ട് ഇവിടെ ബ്ലാങ്ക് ഇടുവാണെങ്കിൽ അവിടെ സൈറ്റോസിൻ, ഇവിടെ അഡിനിൻ തന്ന് ബ്ലാങ്ക് ഇടുവാണെങ്കിൽ തൈമിൻ. ഈ ഒരു സ്ട്രക്ചർ ആലോചിച്ച് വെക്കുക. ഏതൊക്കെ നൈട്രജൻ ബേസ് ആണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ ഒരു സ്ട്രക്ചറും ആലോചിച്ച് വെക്കുക. പിന്നെ സൈസ് ഓഫ് DNA ചോദിക്കുന്നുണ്ട്. DNAൻ്റെ സൈസ് ഒരു 2 ഇഞ്ച് എന്ന രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരാൻ സാധ്യത കുറവാണ്. ഓക്കെ, ഇനി നമ്മൾ ക്രോമസോം ആണ്. ക്രോമസോം വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. ഒരു ക്രോമസോമിനുള്ളിലെ 2 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? DNAയും ഹിസ്റ്റോൺ പ്രോട്ടീനുമാണ് ക്രോമസോമിലെ 2 ഘടകങ്ങൾ. 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ചേർന്ന് നിൽക്കും. ആ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ ചേർന്ന് നിൽക്കുന്നതിനെ നമ്മൾ പറയും എന്താ? ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയും. ഹിസ്റ്റോൺ ഒക്ടാമർ. ആ 8 ഹിസ്റ്റോൺ ചേർക്കുന്നതിനെ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയും. ഈ ഹിസ്റ്റോൺ ഒക്ടാമറും DNAയും കൂടെ ചേർന്നിട്ടാണ് ന്യൂക്ലിയോസോം ഉണ്ടാവുന്നത്. ഒരുപാട് ന്യൂക്ലിയോസോംസുകൾ ചേർന്നിട്ടാണ് ഇതിലുള്ളത് ക്രോമസോമിലേക്ക് എത്തുന്നത്. ക്രോമസോമിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോമസോമിൻ്റെ നടുക്ക് സെൻട്രോമിയർ ഉണ്ട്. 4 ഭാഗത്തായിട്ട് ക്രോമാറ്റിഡ്സുകൾ കാണപ്പെടുന്നുണ്ട്. സെൻട്രോമിയറും ക്രോമാറ്റിഡ്സും ഉണ്ട്. അപ്പം ഇതും ആലോചിച്ച് നോക്കുക. എന്താണ്? ക്രോമസോമിലെ 2 ഘടകങ്ങൾ DNA, ഹിസ്റ്റോൺ പ്രോട്ടീൻ. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ ചേർന്നാൽ ഹിസ്റ്റോൺ ഒക്ടാമർ. ഹിസ്റ്റോൺ ഒക്ടാമറും DNAയും ചേർന്നാൽ ന്യൂക്ലിയോസോം. ന്യൂക്ലിയോസോമുകൾ കുറേ ചേർന്നാൽ ക്രോമസോം. അപ്പം ഇത്രയും ആലോചിക്കുക. ഈ പിക്ചറും വെച്ചിട്ട് ആലോചിക്കുക. ഇതാണ് 8. ഇത് ഈ വട്ടത്തിൽ കൊടുത്തിട്ട് ബലൂൺ പോലെ കൊടുത്തിരിക്കുന്നില്ലേ? അതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്നത്. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്. 8 ഹിസ്റ്റോൺ പ്രോട്ടീനും അതിനെ വട്ടത്തിൽ കവർ ചെയ്തിരിക്കുന്നത് DNA ആണ്. ഇതിനെ കവർ ചെയ്യുന്ന DNA. അപ്പോൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീനും DNAയും ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഒരു ന്യൂക്ലിയോസോം ഉണ്ടാകുന്നത്. ഈ വട്ടത്തിലുള്ള ഹിസ്റ്റോൺ പ്രോട്ടീനും ഈ വള്ളി പോലെ കൊടുത്തിരിക്കുന്നതാണ് DNA എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹ്യൂമൻ ക്രോമസോം ആണ്. നമുക്ക് എത്ര ക്രോമസോം ഉണ്ടെന്ന് ആലോചിക്കണം. എത്രയുണ്ട്? 46 ക്രോമസോം ഉണ്ട്. പേഴ്സ് പറയുകയാണെങ്കിൽ 23 പേഴ്സിലാണ് ഉള്ളത്. ഇതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേതാണ് സൊമാറ്റിക് ക്രോമസോം അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോം. രണ്ടാമത്തത് സെക്സ് ക്രോമസോം അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോമുകൾ എന്ന് പറയും. ഓക്കെ, സൊമാറ്റിക് ക്രോമസോംസിൽ അതിൻ്റെ ഫംഗ്ഷൻ ഒന്ന് പഠിക്കണം. നമ്മളുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മുടെ എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്ന ആളാണ് സൊമാറ്റിക് ക്രോമസോം. സൊമാറ്റിക് ക്രോമസോംസുകൾ ഒരുപോലെ ആയിരിക്കും. പേഴ്സ് കണ്ടോ? ഒരു ക്രോമസോം എങ്ങനെയാണോ അതുപോലെയാണ് അടുത്ത ക്രോമസോം. അങ്ങനെ പെയർ ആയിട്ടുള്ളത് നല്ല ഐഡന്റിക്കൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് മറ്റൊരു പേര് പറയുന്നുണ്ട് ഹോമോലോഗസ് ക്രോമസോം. അപ്പോൾ ഇത് ഹോമോലോഗസ് ക്രോമസോം ആണ്.
എന്താണ് ഫംഗ്ഷൻ? ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്കുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. 2 എണ്ണം കിട്ടാൻ കാരണം എന്താണ്? ഒന്ന് അച്ഛനിൽ നിന്നും ഒന്ന് അമ്മയിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇത് പെയറായിട്ട് കാണപ്പെടുന്നു. ഇത് പെയറായിട്ട് കാണുന്ന ഒരുപോലത്തെ ആയതുകൊണ്ട് ഇതിനെ ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നു. ഐഡന്റിക്കൽ ആണ്. ഇത്രയും അവിടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് സെക്സ് ക്രോമസോംസ്. സെക്സ് ക്രോമസോം, ഒരു മിനിറ്റ്, സൊമാറ്റിക് ക്രോമസോംസ് എത്ര ഉണ്ട് എന്നാ പറഞ്ഞത്? 44 എണ്ണം ഉണ്ട് സൊമാറ്റിക് ക്രോമസോംസ്. അവിടെ നിങ്ങൾക്ക് വരുന്ന ഒരു തെറ്റാണ്. 44 എണ്ണം പറഞ്ഞാൽ ഓക്കെ ആണ്, പക്ഷേ 22 പേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 44 എണ്ണമാണ് സൊമാറ്റിക് ക്രോമോസോം ഉള്ളത്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. 22 പേഴ്സ് ആണെങ്കിലും കറക്റ്റ് ആണ്. 22 എണ്ണത്തിൽ വരുവാണെങ്കിൽ, നമ്പേഴ്സ് വരുവാണെങ്കിൽ തെറ്റിപ്പോകും. അപ്പോൾ 44 എണ്ണവും 22 പേഴ്സും ആണുള്ളത്. ബാക്കി 2 എണ്ണം കാണപ്പെടുന്നത് സെക്സ് ക്രോമസോംസിലാണ്. സെക്സ് ഡിറ്റർമിനേഷൻ ആണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്സ് ക്രോമസോംസ് 2 എണ്ണം ഉണ്ട്, എക്സ് വൈ. എക്സ് ആണ് വൈനേക്കാൾ വലുത്. ഓക്കെ, ഈ എക്സിലുള്ളാവുന്ന ഒരു ജീൻ ഉണ്ട്, അതാണ് SRY ജീൻ എന്ന് പറയും. എസിലുള്ള ഒരു ജീനാണ് SRY ജീന്. അതായത് എംബ്രിയോണിക് സ്റ്റേജിലുള്ള കുഞ്ഞിന്റെ ടെസ്റ്റിസിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ആളാണ് SRY ജീൻ. അത് വൈയിലാണ് കാണപ്പെടുന്നത്. വൈയിൽ കാണപ്പെടുന്ന ഒരു ജീനാണ് SRY ജീന്. അതെവിടെയാണ് കാണപ്പെടുന്നത്? അതെന്താ അതിന്റെ ഫംഗ്ഷൻ? എംബ്രിയോ, ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ടെസ്റ്റിസിന്റെ വികാസത്തിന് ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ആളാണ് SRY ജീന്. അത്രയും അവിടെ നിന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദെൻ ഫീമെയിലിന്റെ കേസിൽ, ഫീമെയിലിന് ഏതൊക്കെ സെക്സ് ക്രോമസോമാ? XX ആയിരിക്കും ഫീമെയിലിന്റെ കേസിൽ എക്സും, മെയിലിന്റെ കേസിൽ എത്രയാ? XY ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ചോദിക്കാം, സെക്സ് ഡിറ്റർമിനേഷന് ആരാണ് സഹായിക്കുന്നത്? അച്ഛൻ. അച്ഛനിൽ നിന്ന് ഏത് ക്രോമസോം കിട്ടുന്നോ അതിനനുസരിച്ചാണ് കുഞ്ഞ് ആണും പെണ്ണുമായി മാറുന്നത്. കാരണം എന്താ? അമ്മയ്ക്ക് XX ക്രോമസോം മാത്രമേ ഉള്ളൂ, അച്ഛനാണ് XY ഉള്ളത്. അച്ഛൻ X കൊടുത്താൽ പെണ്ണാവും, അച്ഛൻ Y കൊടുത്താൽ ആണാവുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. ഇത് ഒരുപാട് പാരഗ്രാഫായിട്ട് അങ്ങ് തരും. എന്നിട്ട് സെക്സ് ക്രോമസോമിൽ പെടുന്നതും സൊമാറ്റിക് ക്രോമസോമിൽ പെടുന്നതും രണ്ടും ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് വരാം. അപ്പോൾ ഇവിടെ തെറ്റി പോകുന്ന കാര്യം 44 പേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. 44 നമ്പറാണ്, 22 പേഴ്സ് ആണ്. ഇവിടെ 2 എണ്ണം ഉള്ളൂ, എക്സ് ആണ് വലുത്, വൈ ചെറുതാണ്. ഇവിടെ എന്താ? സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ഫംഗ്ഷൻ. SRY ജീൻ എവിടെയാണ് കാണപ്പെടുന്നത്? Y ക്രോമസോമിൽ. ഇവിടെ ഒരു Y ഉണ്ട്, SRY. ആ Y ആലോചിക്കുക, Y ക്രോമസോമിലാണ്. എന്തിനാ? ടെസ്റ്റിസിന്റെ ഡെവലപ്മെന്റിന്. അടുത്തത് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. 44 + XX എന്ന് പറയുന്നത് ഗേളും 44 + XY എന്ന് പറയുന്നത് ബോയും ആയിരിക്കും. ഓക്കെ, അപ്പം XY എന്ന് കണ്ടാൽ അവിടെ എന്താണ്? ആണുങ്ങളായിരിക്കും. XX പെണ്ണുങ്ങളായിരിക്കും. ഈ 44 എന്താ? സൊമാറ്റിക് ക്രോമസോമിന്റെ നമ്പറാണ്. പിന്നെ എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ ഒരു കണ്ടിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് മറന്നു പോകരുത്. നമ്മളുടെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ 44 + X0, അതായത് ഫീമെയിലിന്റെ കേസിൽ ഒരു എക്സ് ആബ്സെന്റ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അസുഖത്തിന് പറയുന്ന പേരാണ് എന്താ? ട്യൂണർ സിൻഡ്രം എന്ന് പറയും. ട്യൂണർ സിൻഡ്രം എന്ന് പറയും. ഒരു എക്സ് അധികം വന്നാൽ, ഫീമെയിലിന്റെ കേസിൽ ഒരു എക്സ് അധികം വന്നാൽ അതിനെ XXX സിൻഡ്രം എന്ന് പറയും. അങ്ങനെ 2-3 അസുഖത്തിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പഠിച്ച് വെച്ചിരിക്കുക. മാച്ച് ദ ഫോളോവിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട്. അടുത്ത നമ്മൾ RNA ആണ് നോക്കാൻ പോകുന്നത്. RNA പഠിക്കുന്ന സമയത്ത് RNA DNA ഒരുമിച്ച് പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ DNA എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡ് ആണ്, നമുക്കറിയാം. RNA എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡ് ആണ്. ദെൻ DNAയിലെ ഷുഗർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ഷുഗർ ആണ്. ഡിയോക്സി റൈബോ ഷുഗർ ആണെന്നും, എന്നാൽ RNAയിലോ റൈബോ ഷുഗർ ആണ്. ഓക്കെ, RNAയിൽ റൈബോ ഷുഗർ ആണ്. DNAയിലെ നൈട്രജൻ ബേസ് നമ്മൾ നേരത്തെ പഠിച്ചു, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. എന്നാൽ RNAയിൽ തൈമിൻ ഇല്ല, തൈമിന് പകരം യൂറാസിലാണ്. ബാക്കിയൊക്കെ ഒരുപോലെയാണ്. അഡിനിൻ, യൂറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ്. തൈമിൻ എവിടെയാണ്? തൈമിൻ DNA ആണ്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. നമ്മുടെ നൈട്രജൻ ബേസ് തരും. ഇവിടെ എന്തായിരുന്നു? ഫോസ്ഫേറ്റ് അല്ലേ? ഫോസ്ഫേറ്റിന്റെ ഫംഗ്ഷൻ ആലോചിച്ച് നോക്കണം കേട്ടോ. ആ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇത് ഷുഗർ മോളിക്യൂൾ ആണെന്നും ഇവിടെയാണ് നൈട്രജൻ ബേസ് വരുന്നത്. ഇവിടെ U എന്നാണ് യുറാസിലിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ U തന്നിട്ട് ഇത് DNA ന്യൂക്ലിയോറ്റൈഡ് ആണോ RNA ആണോ എന്ന് ചോദിച്ചാൽ U എന്നത് യുറാസിലാണ്. യുറാസിൽ എന്ന നൈട്രജൻ ബേസ് RNAക്കാണ് ഉള്ളതെന്നും, അപ്പം RNA ആണ് ഇത് സ്ട്രക്ചർ എന്ന് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പം നൈട്രജൻ ബേസുകൾ മാറിപ്പോവാൻ പാടില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ആക്ഷൻ ഓഫ് ജീൻ. ഏത് രീതിയിലും ക്വസ്റ്റ്യൻ വരാം. പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ആക്ഷൻ ഓഫ് ജീൻ, ഈ പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഈ പ്രോട്ടീൻ സിന്തസിസിൻ്റെ 2 സ്റ്റെപ്പ് നമുക്കറിയാം, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ഇപ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ എന്താ വരുന്നത്? DNAയിൽ നിന്ന് mRNA ഉണ്ടാവുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ? DNAയിൽ നിന്ന് എന്തുണ്ടാവുന്നു? mRNA ഉണ്ടാവുന്നു. എന്നാലോ ട്രാൻസ്ലേഷനിൽ 2 പ്രോസസ്സ് ഉണ്ട്. tRNA അമിനോ ആസിഡിനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്, rRNA
എന്തുണ്ടാക്കുന്നുണ്ട്? പ്രോട്ടീൻ നിർമ്മിക്കുന്നുണ്ട്. അമിനോ ആസിഡ് ഉപയോഗിച്ചിട്ട് പ്രോട്ടീൻ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ 2 സ്റ്റെപ്പും വരും. അപ്പം DNA കാണിച്ച് എന്നിട്ട് mRNA കൊടുക്കും. ഇതുപോലെ mRNA കൊടുക്കുന്ന സമയത്ത് ഇത് ട്രാൻസ്ക്രിപ്ഷൻ ആണോ ട്രാൻസ്ലേഷൻ ആണോ ചോദിക്കുന്ന സമയത്ത് അത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ട്രാൻസ്ലേഷനിൽ വരുന്നത് tRNA അമിനോ ആസിഡിനെ കൊണ്ടു കൊടുക്കുന്നതും rRNA അഥവാ റൈബോസോമൽ RNA അമിനോ ആസിഡ് ഉപയോഗിച്ച് പ്രോട്ടീൻ നിർമ്മിക്കുന്നതുമാണ് ട്രാൻസ്ലേഷനിൽ വരുന്നത്. ഒരു പിക്ചർ നല്ല രീതിയിൽ ആലോചിച്ച് വെക്കണം. ഇതൊരു ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് DNA ഉള്ളത്. എവിടെ വെച്ചാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുക? റൈബോസോമിൽ വെച്ചാണ് നടക്കുന്നതെങ്കിലും റൈബോസോമിന് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കിട്ടണം. എന്നാൽ മാത്രമേ നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലെ DNA ആണ്. DNAക്ക് ഒരിക്കലും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ DNA എന്ത് ചെയ്യും? mRNA പ്രൊഡ്യൂസ് ചെയ്യും. mRNA മെസ്സേഞ്ചർ RNA പ്രൊഡ്യൂസ് ചെയ്യും. ആ മെസ്സേഞ്ചർ RNA വന്നിട്ടാണ് റൈബോസോമിനോട് പ്രോട്ടീൻ നിർമ്മിക്കാൻ വേണ്ടി പറയുന്നത്. പക്ഷേ അവിടെ എന്ത് വേണം? പ്രോട്ടീൻ നിർമ്മിക്കാൻ അമിനോ ആസിഡ് വേണം അല്ലേ? ഈ അമിനോ ആസിഡിനെ അവിടെ കൊണ്ടു കൊടുക്കുന്നതാണ് ട്രാൻസ്ഫർ RNA അഥവാ tRNA. അങ്ങനെ tRNA അമിനോ ആസിഡിനെ കൊണ്ടു കൊടുക്കുകയും റൈബോസോമിൻ്റെ ഉള്ളിലുള്ള ഒരു RNA ആണ് rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNA. ഈ റൈബോസോമൽ RNA പ്രോട്ടീൻ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രോസസ്സ്. ഈ 2 സ്റ്റെപ്പ് ആലോചിക്കണം. മുകൾ ഭാഗം ട്രാൻസ്ലേഷൻ, താഴെ മുകളിലോ ട്രാൻസ്ക്രിപ്ഷനും താഴെ ട്രാൻസ്ലേഷനും. ട്രാൻസ്ക്രിപ്ഷനിൽ വരുന്നത് എന്താണ്? DNA mRNA ഉണ്ടാവുന്നതും ട്രാൻസ്ലേഷനിൽ ആരാ? tRNA അമിനോ ആസിഡിനെ കൊണ്ടു കൊടുക്കുന്നതും rRNA പ്രോട്ടീനെ നിർമ്മിക്കുന്നതുമാണ്. ഇത് ഈ ഒരു ചിത്രം കറക്റ്റായിട്ട് പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഇങ്ങനെ കൊടുത്താൽ അതെന്താണ്? അത് mRNA ആണ്. ഇത് കൊടുത്താൽ mRNA ഫംഗ്ഷൻ എന്താണ്? മെസ്സേജ് കൊടുക്കുക. പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള മെസ്സേജ് റൈബോസോമിന് കൊടുക്കുക. ഇത് എന്ന് പറയുന്നത് tRNA ആണ്. ഒരു T എഴുതിയ ഒരു ഷേപ്പ് പോലെ തോന്നില്ലേ? T. അതൊന്നും തന്നെ നിങ്ങൾ tRNA എന്താണ്? അമിനോ ആസിഡിനെ കൊണ്ടു കൊടുക്കുകയാണ്. റൈബോസോമിൻ്റെ ഉള്ളിലുള്ള RNA ആയതുകൊണ്ട് തന്നെ rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNA എന്താ ചെയ്യുന്നത്? പ്രോട്ടീൻ അമിനോ ആസിഡിനെ ചേർത്ത് വെച്ച് പ്രോട്ടീൻ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. മാറിപ്പോരുത്. ഇത് mRNA ആണ്, ഇത് tRNA ആണ്, ഇത് rRNA ആണ്. ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയുന്നത് എവിടേക്കാണ്? ജെനറ്റിക്സിലേക്കാണ് പോകുന്നത്. ജെനറ്റിക്സിന്റെ ഫാദർ ആരായിരുന്നു? റിഹർഡ് ജോഹാൻ മെൻഡൽ ആയിരുന്നു അല്ലേ? ഇദ്ദേഹം എടുത്തത് എന്ത് പ്ലാന്റ്? പീ പ്ലാന്റ്. ആ പീ പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം പൈസം സറ്റൈവം. ആ ക്രോസിംഗ് ഓവർ ആലോചിച്ച് വെക്കുക. ഇത് ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ലേ? ഒരു പയറുചെടി, ഉയരം കൂടിയ പയറുചെടി എടുത്തു, ഉയരം കുറഞ്ഞ പയറുചെടി എടുത്ത് പോളിനേറ്റ് ചെയ്ത സമയത്ത് കിട്ടിയത് മൊത്തം ഉയരം കൂടിയ പയറുചെടിയായിരുന്നു. ഈ ഉയരം കൂടിയ പയറുചെടി മാത്രം കിട്ടിയതുകൊണ്ട് അതിന് വീണ്ടും അതിലെ പൂക്കളെടുത്ത് പോളിനേറ്റ് ചെയ്ത സമയത്താണ് ഒരു ഉയരം കുറഞ്ഞ പയറുചെടി കിട്ടുകയുണ്ടായത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തതാണ്. അപ്പോൾ ഇവിടുന്ന് വരുന്നത് എന്താണ്? അല്ലീൽസ് എന്താണെന്ന് ചോദിക്കാം. എന്താണ്? ജീനിന്റെ ഡിഫറെൻറ്റ് ഫോമാണ് അല്ലീൽസ് എന്ന് പറയുക. ഒരു ജീനിന് 2 അല്ലീൽസ് ആണുള്ളത്. ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത് 2 അല്ലീൽസ് കൂടിയാണ്. 2 ഫാക്ടേഴ്സ് ആണ്. എൻ്റെ ഇപ്പോൾ മുടീൻ്റെ കളറോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് 2 അല്ലീൽസുകൾ ചേർന്നതാണ് എന്നുകൂടി ആലോചിക്കണം. പിന്നെ വരുന്ന ടേംസ് ആണ് ഫീനോടൈപ്പ്, ജീനോടൈപ്പ്. ഫീനോടൈപ്പ് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് എന്താ? ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായ പ്ലാന്റ് പോളിനേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഉയരം കൂടിയ ചെടിയാണ് കിട്ടിയത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉയരം കൂടിയ ക്യാരക്ടർ, അതിന് ഫീനോടൈപ്പ്. അതിന് കാരണമായ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീനോടൈപ്പും ജീനോടൈപ്പും ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം അത് പഠിച്ചോളുക. എന്താണ് അല്ലീൽസ് എന്നും ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതേപടി തന്നെ ക്വസ്റ്റ്യൻ വരും. വിട്ട ഭാഗം പൂരിപ്പിക്കേണ്ട രീതിയിൽ വരും. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ പഠിക്കുക. എന്താ? ടോൾ പ്ലാന്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് ക്യാപിറ്റൽ ടി ആയിരുന്നു. ഡാർക്ക് പ്ലാന്റിനെ സ്മോൾ ടി ആയിരുന്നു. ഇത് രണ്ടും കോമൺ ആയതുകൊണ്ട് കോമൺ ടീനെ ഇവിടെ എടുത്തെഴുതി. ഇത് രണ്ടും കൂട്ടിച്ചേർന്നപ്പോൾ കിട്ടിയത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ആണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ടോൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഓക്കെ, ടോൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതാണ് ജീനോടൈപ്പ് എന്ന് പറയും. ഇതിന് കാരണമായ ഇതാണ് ടോൾ എന്ന് പറയുന്നത്. അവിടുത്തെ ഫീനോടൈപ്പ് ആണ്. ദെൻ ഇതിന് സെൽ പോളിനേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 ഗാമറ്റ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ 2 വ്യത്യസ്ത ഗാമറ്റ്സ് അല്ലേ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയതുകൊണ്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടിയും എടുത്തെഴുതാം. ഇവിടെ അതുപോലെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയതുകൊണ്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി നമുക്ക് എഴുതാം. ദെൻ പോളിനേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ? ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ടി ചെയ്ത് ടി കിട്ടും, ടോള് കിട്ടുന്നു. ഇവിടെ എന്താണ്? ടോൾ പ്ലാന്റ് തന്നെയാണ്. ഇവിടെ എന്ത് കിട്ടുന്നു? ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ആണ്, ടോൾ പ്ലാന്റ് കിട്ടുന്നു. ഇവിടെ മാത്രം ഡാർഫ് ആണ്. എന്താണ് റേഷ്യോ? 3:1 റേഷ്യോ. F1 ജനറേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷനിൽ കിട്ടുന്ന റേഷ്യോ എന്നത് 3:1 റേഷ്യോ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡോമിനന്റ് ട്രൈറ്റും റെസിസീവ് ട്രൈറ്റും ഉണ്ട്. എന്താണ് നമുക്ക് പ്രകടമാകുന്ന ആ ഒരു പ്രകട ഗുണം, ഗുപ്ത ഗുണം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണോ അത് ഡോമിനന്റ് ട്രൈറ്റ്. അവിടെ ഒളിഞ്ഞിരിക്കുന്നത് എന്താണോ അതാണ് റെസിസീവ് ട്രൈറ്റ്. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഡോമിനന്റ് ആയിട്ട് കിട്ടുന്നത് ടോളാണ്, റെസിസീവായി കിട്ടുന്നത് ഡാർഫാണ്. ഡാർഫ് അവിടെ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒളിഞ്ഞിരിക്കുന്നത് എന്താണോ അത് ഡാർഫും, നമുക്ക് കാണുന്നത് എന്താണോ അത് എന്താണ്? ഡോമിനന്റ് ട്രൈറ്റും ആയിരിക്കും.
ഇത് കറക്റ്റായിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വിട്ട ഭാഗം പൂരിപ്പിക്കുന്ന ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻ വരും. കറക്റ്റായിട്ട് ഇത് ചെയ്തി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ദെൻ മെൻഡൽ എന്തൊക്കെയാണ് കണ്ടെത്തിയത്? ഒരു ട്രൈറ്റ് അല്ലെങ്കിൽ ട്രൈറ്റ് എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്തത് 2 ഫാക്ടേഴ്സ് ആണെന്ന് പഠിക്കണം. ഹിഡൻ ആയിട്ട് കിടക്കുന്നത് റെസിസീവ് ട്രൈറ്റും നമുക്ക് കാണാൻ കഴിയുന്നതിനെ ഡോമിനന്റ് ട്രൈറ്റും എന്നും പറയുന്നു. ദെൻ ക്യാരക്ടേഴ്സ് ഒരിക്കലും മിക്സ് ആവുന്നില്ല, സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ ഉയരം കൂടിയ ചെടിയും ഉയരം കുറഞ്ഞ ചെടിയും കൂടെ പോളിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഉയരം കൂടിയത് അല്ലെങ്കിൽ ഉയരം കുറഞ്ഞത് മിക്സ് ആയിട്ട് മിഡിൽ വലുപ്പത്തിൽ ഒരു ചെടി നിർമ്മിക്കാൻ സാധിക്കില്ല എന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ചോദിക്കാം. സെക്കൻഡ് ജനറേഷന്റെ റേഷ്യോ 3:1 ആണ് അല്ലേ. 3 ടോൾ പ്ലാന്റും കിട്ടി, ഒരു ഡാർഫ് പ്ലാന്റും കിട്ടി. ഇത് കൃത്യം മനസ്സിലാവാത്തവർക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആപ്പിലുണ്ട്, അത് കാണുക കേട്ടോ. ജസ്റ്റ് ഒരു റിവിഷൻ മാത്രമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ അടുത്തത് ഇത്രയും ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടിയിലേക്ക് എന്തായാലും ക്വസ്റ്റ്യൻ വരില്ല. ഇത് ഇമ്പോർട്ടൻ്റ്. ഇതും വിട്ട ഭാഗം പൂരിപ്പിക്കേണ്ട രീതിയിൽ ഇതേ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ വരും. 2 ക്യാരക്ടർ എടുത്തിട്ട് അയാൾ ചെയ്തു. ഒരേ പ്ലാന്റിൽ തന്നെ 2 ക്യാരക്ടർ. ഒരേ പ്ലാന്റ് ആണ്, അതിന് ഉയരം കൂടിയ പ്ലാന്റുമാണ്, അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് റൗണ്ട് ആണ്. അതുപോലെ അടുത്ത പ്ലാന്റ് എടുത്തു, ഉയരം കുറഞ്ഞ പ്ലാന്റ് ആണ്, അതിൻ്റെ വിത്ത് എന്നത് പ്രിങ്കിൾഡ് ആണ്, ചുക്കി ചുണങ്ങിയൊരു വിത്ത് ഉള്ളത്. അങ്ങനെ 2 ക്യാരക്ടർ എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് ക്യാപിറ്റൽ ടി അല്ലേ, ടോളിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു. ക്യാപിറ്റൽ ടി ആണ്, സ്മോൾ ആയതിനെ സ്മോൾ ടി അല്ലേ. ദെൻ അടുത്തത് ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എടുത്തത് R എന്ന് പറയുന്നത് ആ റൗണ്ട് സീഡാണ്. ഇവിടെ എന്തെടുക്കുന്നോ അതിൻ്റെ സ്മോൾ ലെറ്റർ ആയിരിക്കും ഇപ്പുറത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ അദ്ദേഹം എടുത്തത്. ഈ സ്മോൾ R എന്ന് പറയുന്നത് വ്രിങ്കിൾഡ് ആയിട്ടുള്ള സീഡാണ്. ദെൻ കോമൺ ആയിട്ടുള്ള ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും എടുത്തു. ഇവിടെ സ്മോൾ ആർ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ക്യാമറ്റ്സ് ഇതാണ്. ഇത് എന്താണെന്നാണ് ചോദിച്ചാൽ ടോൾ ആൻഡ് റൗണ്ട് ആണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ത് വരുന്നു അതിൻ്റെ ക്യാരക്ടേഴ്സ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഇത് ഇത്രയും ഭാഗം, പിന്നെ ഇതിൻ്റെ ഗ്യാമിറ്റ്സുകൾ സെൽഫ് പോളിനേഷൻ ചെയ്യുന്ന സമയത്തുള്ള ഗ്യാമിറ്റ്സുകളും പഠിച്ചു വെച്ചിരിക്കുക. ഇത്രയും ഭാഗം ക്വസ്റ്റ്യൻസ് വരാൻ നല്ല സാധ്യതയുണ്ട്. ഇവിടേക്ക് ചിലപ്പോൾ വിട്ട ഭാഗം പൂരിപ്പിക്കേണ്ട രീതിയിൽ വരും, അടുത്തത് ഏതാണ് എന്ന രീതിയിൽ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു കൊടുക്കുക. പിന്നെ മോണോ ഹൈബ്രിഡും ഡൈ ഹൈബ്രിഡും എന്താണെന്ന് ചോദിക്കും. മോണോ ഹൈബ്രിഡ് എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ട് പോളിനേറ്റ് ചെയ്യുന്നതിനെ മോണോ ഹൈബ്രിഡ് എന്നും 2 ക്യാരക്ടർ വെച്ച് പോളിനേറ്റ് ചെയ്യുന്നതിനെ ഡൈ ഹൈബ്രിഡും എന്നും പറയുന്നു. അതും കൂടി ആലോചിക്കുക. ദെൻ മെൻഡലിൻ്റെ തിയറിക്ക് കുറച്ച് പോരായ്മയുണ്ട്. മെൻഡൽ പറഞ്ഞു ക്യാരക്ടേഴ്സ് അങ്ങനെ കൂടി കലരില്ല എന്ന് പറഞ്ഞു, പക്ഷേ കൂടി കലരും എന്ന് തെളിയിച്ചു. അതാണ് പോരായ്മ അല്ലേ. ഒന്നിലും ഉയരം കൂടിയ ചെടി അല്ലെങ്കിൽ ചുവന്ന പൂവും വെള്ളപ്പൂവും കൂടി പോളിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ചുവന്ന പൂ അല്ലെങ്കിൽ വെള്ളപ്പൂ എന്ന രീതിയിൽ ഇദ്ദേഹം പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, മിക്സ് ആയിട്ട് വരുമെന്ന് കാലം തെളിയിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ കുറച്ച് ഡീമെറിറ്റ്സ് വരികയുണ്ടായി. അങ്ങനെ വന്നതാണ് എന്താ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നൊരു ഭാഗമാണ്. ഇത് വിട്ട് കളയരുത്, കറക്റ്റായിട്ട് പഠിച്ചോളൂ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻ വന്നിട്ട് ചോദിക്കും, റെഡിയാണോ ശരിയാണോ തെറ്റാണോ എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ കറക്റ്റായിട്ട് പഠിക്കുക. ആദ്യം എന്താണ് ചുവന്ന പൂവും വെള്ളപ്പൂവും തമ്മിൽ പോളിനേറ്റ് ചെയ്ത സമയത്ത് കിട്ടിയ പൂവ് പിങ്ക് പൂവാണ്, പിങ്ക് കളർ പൂവാണ്. അതിൻ്റെ കാരണം എന്താ ഡോമിനൻ്റ് ട്രൈറ്റിന് മൊത്തമായിട്ട് റിസസീവ് ട്രൈറ്റിനെ കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, ഹിഡൻ ചെയ്യാൻ മറയ്ക്കാൻ വേണ്ടി സാധിക്കാത്തതുകൊണ്ടാണ് ഈ 2 കളറും കൂടെ മിക്സ് ആയിട്ട് വന്നത്. അതിനെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നാണ് പറയുന്നത്. പശുവിനാണെങ്കിലും കുതിരയ്ക്കാണെങ്കിലും ഡബിൾ കളറിൽ ഡബിൾ ഷെയ്ഡ് കാണാം അല്ലേ. ആ ഡബിൾ ഷെയ്ഡിനെ പറയുന്നത് എന്താ റോൺ കോട്ട് കാണുന്ന പാറ്റേണിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതെന്ന് വെച്ചാൽ 2 അല്ലീൽസും ഒരുപോലെ ഒരുമിച്ച് വന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അതിനെ കോഡോമിനൻസ് എന്ന് പറയുന്നു. പിന്നെ എബിയോ ബ്ലഡ് ഗ്രൂപ്പിൽ ഒന്നിലധികം അല്ലീൽസുകൾ, രണ്ടിലധികം അല്ലീൽസുകളാണ് ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലീൽസ് ആണ് IA, IB, I എന്ന് പറയുന്നത്. അങ്ങനെ 3 അല്ലീൽസുകൾ ചേർന്നാണ് നമ്മളെ എബിയോ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെയാണ് മൾട്ടിപ്പിൾ അല്ലീലിസം എന്ന് പറയുന്നത്. അടുത്തതാണ് സ്കിൻ കളർ. സ്കിന്നിൻ്റെ കളറ് ഡിറ്റക്ട് ചെയ്യുന്നത് ആരായിരുന്നു? ഏത് പിഗ്മെൻ്റ്? മെലാനിൻ അല്ലേ. മെലാനിൻ്റെ പ്രൊഡക്ഷൻ അനുസരിച്ചാണ് നമ്മളുടെ സ്കിന്നിൻ്റെ കളറ്. അപ്പം മെലാനിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരുപാട് ജീൻസുകൾ അല്ലെങ്കിൽ ഒരുപാട് അല്ലീൽസുകൾ ചേർന്നിട്ടാണ്. അപ്പോൾ ഒരുപാട് അല്ലീൽസുകൾ കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ കളറിന് ഏറ്റക്കുറച്ചിലുണ്ടാകും. അതാണ് പലരും പല കളറിൽ കാണപ്പെടാൻ കാരണം. ഇതിന് പറയുന്ന പേരാണ് പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ്. ഇത് 4ഉം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ വരും, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് ഏത് ഡോമിനൻസ് ആണെന്ന് ചോദിക്കും. ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം, ഓർത്ത് വെച്ച് വെക്കുക. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ പോകുന്നത് എന്താണ്? ജെനറ്റിക് പ്രോസസ്സ്, അതായത് വേരിയേഷൻ്റെ കാരണം അല്ലേ. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അച്ഛൻ്റെയോ അമ്മേൻ്റെയോ അല്ലാത്ത ക്യാരക്ടേഴ്സ് കുട്ടിക്ക് കിട്ടാറുണ്ട്. അതിന് 2 കാരണങ്ങളാണ് മെൻ്റൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ക്രോസിംഗ് ഓവർ ആണ്. ഈ പിക്ചർ തന്നിട്ട് എന്താണ് ഈ പ്രോസസ്സ് എന്ന് ചോദിക്കാം. എന്താണ്? ക്രോസിംഗ് ഓവർ ആണ് ഈ ഒരു ഇതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഹോമോലോഗസ് ക്രോമസോംസ് അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊമാറ്റിക് ക്രോമസോംസ്. അതായത് ഫെർട്ടിലൈസേഷൻ സമയത്ത് അമ്മയുടെ സൊമാറ്റിക് ക്രോമസോമും അച്ഛൻ്റെ സൊമാറ്റിക് ക്രോമസോമും കൂടെ അടുത്ത് വരുന്ന സമയത്ത് ചില കേസിൽ അവരുടെ ജെനറ്റിക് മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും.
അങ്ങനെ ഇതിനെ അടുത്തടുത്ത് വരുന്ന ഇങ്ങനെ ക്രോസ് ആയി നിൽക്കുന്നതിന് ചയാസ്മ എന്ന് പറയും. അടുത്തടുത്ത് ഇവരുടെ ക്രോമസോംസ്, അമ്മേൻ്റെയും ക്രോമസോം അച്ഛൻ്റെയും ക്രോമസോംസ് അടുത്തടുത്ത് വന്നിട്ട് ഇവർ പരസ്പരം ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് കാരണം അച്ഛനും അമ്മയ്ക്ക് ഇല്ലാത്തൊരു ക്യാരക്ടർ കുട്ടിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാകുന്നു. രണ്ടാമത്തേന്ന് പറയുന്നത് മ്യൂട്ടേഷൻ ആണ്. പെട്ടെന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇവരുടെ ജനിതകഘടനയിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നൊരു മാറ്റമാണ് മ്യൂട്ടേഷൻ. കേട്ടോ, ഇവിടെ മേലെ ടി ആയിരുന്നു, ഇവിടെ എ ആയിരുന്നു. ടി എന്താണെന്നൊക്കെ അറിയില്ല, അഡിനിൻ തൈമിൻ. ഇവിടെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ഒരു എക്സ്ചേഞ്ച് വരുമ്പോൾ അവിടെ ഒരു വേരിയേഷൻ വരും. എന്തൊക്കെ കാരണം കൊണ്ടാണ് വരാം? DNA റിപ്ലിക്കേഷൻ കൊണ്ട് വരാം. പിന്നെ എന്താ, കെമിക്കൽസിൻ്റെയോ റേഡിയേഷൻ്റെ യൂസസ് കൊണ്ടൊക്കെ വരാം. നല്ല രീതിയിലും മാറ്റം വരാം, അല്ലാത്ത രീതിയിലും എൻഡോസൾഫാൻ്റെ ഒക്കെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ. ഇത് പഠിക്കാണ്ട് നിങ്ങൾ പോകാൻ പാടില്ല. ഇനി അടുത്തത് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് പാത്ത് ഓഫ് എവല്യൂഷൻ. പാത്ത് ഓഫ് എവല്യൂഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ, ന്യൂമോണിയ ബാധിച്ച ഒരാൾ ആദ്യം ആൻറ്റിബയോട്ടിക് കൊടുത്തു, രണ്ടാമത് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത്ര എഫക്റ്റ് ആയില്ല എന്ന രീതിയിൽ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്താ, എവല്യൂഷൻ പഠിച്ചതുകൊണ്ടാണ് ആ ഒരു എന്താ ബാക്ടീരിയയ്ക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചത് എന്ന രീതിയിലൊക്കെ ഓർത്ത് വെക്കണം. ഫസ്റ്റ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫസ്റ്റ് തിയറിയാണ് ലാമാർക്കിസം. ലാമാർക്കിസം കൊണ്ടുവന്നത് ആരാണ്? ലാമാർക്കാണ് കേട്ടോ. ലാമാർക്കാണ്. ഈ ഒരു പിക്ചർ തന്നിട്ട് ഇതേത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടു, ഈ തിയറിക്ക് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ എന്താ, നമ്മൾ അക്വയർ ചെയ്ത ക്യാരക്ടർ ഒരിക്കലും അടുത്ത തലമുറയ്ക്ക് കൈമാറില്ല എന്നാണ്. ഈ തിയറി റിജക്റ്റ് ആവാനുള്ള കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, നമ്മൾ അക്വയർ ചെയ്തെടുത്ത ക്യാരക്ടർ ഒരിക്കലും അടുത്ത തലമുറയ്ക്ക് കൈമാറില്ല. പക്ഷേ ഈ തിയറിയിൽ എന്താ പറയുന്നത്, നമ്മൾ അക്വയർ ചെയ്ത ക്യാരക്ടർ അടുത്ത തലമുറയ്ക്ക് കൈമാറും അല്ലേ. നമ്മളൊരു ജിമ്മിൽ പോയി ജിമ്മാനായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടി ജിമ്മനാവില്ല. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഫുൾ A+ മേടിച്ചു വെച്ച് നമ്മുടെ കുട്ടിക്ക് ഫുൾ A+ കിട്ടണമെന്നില്ല. ഫുൾ A+ കിട്ടാൻ അവൻ അത്രത്തോളം കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ നമ്മൾ ആർജിച്ചെടുത്ത ഒരു ക്യാരക്ടർ ഒരിക്കലും അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ സാധിക്കില്ല. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഈ പിക്ചർ വന്നിട്ടായിരിക്കും ചോദിക്കാം. അല്ലെങ്കിൽ ലാമാർക്കിസം എന്ന് മാത്രം പഠിച്ചുകൊണ്ടല്ല, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ്. അക്വേർഡ് ക്യാരക്ടേഴ്സ് എന്ന് കണ്ടാൽ അത് ലാമാർക്കിൻ്റെ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അടുത്തതാണ് ഡാർവിനിസം. ഇതാണ് ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ്റെ തിയറിനെ ഡാർവിനിസം എന്നും നാച്ചുറൽ സെലക്ഷൻ തിയറി എന്നും പറയുന്നുണ്ട്. ഇദ്ദേഹം പോയ സ്ഥലം ആലോചിക്കണം. എവിടെയാണ്? ഗാലപ്പഗോസിലാണ് പോയത്. എന്തിലാണ് പോയത്? HMS ബീഗിലാണ് പോയത്. ഇദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. പരീക്ഷയ്ക്ക് വരാം, ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. പുസ്തകത്തിൻ്റെ പേര് ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. ആ ബുക്ക് എഴുതാൻ സഹായിച്ച 2 പേരുണ്ട്. ആരൊക്കെയാണ്? തോമസ് മാൽത്തൂസും ആൽഫ്രഡ് റൂസലുമാണ് ഇതിന് വേണ്ടി സഹായിച്ചത്. അപ്പോൾ ഇവരുടെ 2ൻ്റെയും പ്രസൻസ് ഈ ബുക്കിലുണ്ട്. തോമസ് മാൽത്തൂസ് എന്താ പറഞ്ഞതെന്ന് ആലോചിക്കണം. പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ പട്ടിണി ഉണ്ടാവാം, ദുരിതമുണ്ടാവാം, അസുഖങ്ങളൊക്കെ ഉണ്ടാവാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഇദ്ദേഹം ഈ ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് കാരണം. അപ്പോൾ സഹായിച്ച 2 പേരെ ആലോചിച്ച് വെക്കുക. ദെൻ ഗാലപ്പഗോസിൽ പോയ സമയത്ത് ഇദ്ദേഹം കണ്ടത് എന്താണ്? ഫിഞ്ചസ് അല്ലേ. ഫിഞ്ചസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ബീക്സ് ആണ്. ചിലപ്പം ഈ ഒരു പിക്ചർ തന്നിട്ട് ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് ചോദിക്കാം. അപ്പോൾ ഈ തിയറിയിൽ മെയിനായിട്ട് എന്താണ് പറയുന്നത്, ഈ ഒരു പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം തന്നെ പഠിക്കണം. എന്താണ് അങ്ങനെ ഫിഞ്ചസിന് വേരിയേഷൻ വരാൻ കാരണം? അവിടെ ഒരു ഓവർ പ്രൊഡക്ഷൻ വന്നു അല്ലേ. പ്രകൃതിക്ക് താങ്ങാൻ പറ്റുന്നതിലധികം ഓവർ പ്രൊഡക്ഷൻ വന്ന സമയത്ത് എന്തുണ്ടായി? വേരിയേഷൻസ് വന്നു. എന്തെങ്കിലും വേരിയേഷൻസിന് കാരണം അല്ലേ, മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ കൊണ്ടൊക്കെ വേരിയേഷൻസ് വരാം. ചില കുട്ടിക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, ചിലർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കാം. പല പല കാരണങ്ങളുണ്ടാവാം. അങ്ങനെ വേരിയേഷൻ വരുന്ന സമയത്ത് അവിടെ സ്ട്രഗിൾ ചെയ്യില്ലേ. അവിടെ എന്താ, ഭക്ഷണത്തിന് വേണ്ടും ഇരയ്ക്ക് വേണ്ടിയിട്ടും എല്ലാത്തിനും കൂടി ഇവിടെ ഇണയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇവർ അടി ഉണ്ടാവും. പഴി ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ഫിറ്റ് ആയിട്ടുള്ളതാണ് അവിടെ സർവൈവ് ചെയ്യും. അതിനെ നാച്ചുറൽ സെലക്ട് ചെയ്യുമെന്നാണ് ഈ തിയറിയിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം തന്നെ ഓർഡറിൽ പഠിച്ചു വെക്കുക. അടുത്തത് ലാമാർക്കും ഡാർവിനിസവും കൂടെ ജിറാഫിൻ്റെ കേസിൽ എന്താണ് പറഞ്ഞത്? പണ്ട് കാലത്ത് പൊക്കം കൂടി ജിറാഫുണ്ട്, പൊക്കം കുറഞ്ഞ ജിറാഫുണ്ട്. ഫുഡ് കിട്ടാതായപ്പോൾ പൊക്കം കുറഞ്ഞ ജിറാഫ് തത്തുപോകുകയും പൊക്കം കൂടി ജിറാഫ് അവിടെ സർവൈവ് ചെയ്യുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ആ ഒരു കാര്യം പറഞ്ഞത് ആരാണ്? ചാൾസ് ഡാർവിനാണ്. പക്ഷേ ലാമാർക്ക് പറഞ്ഞത് ആദ്യമേ പൊക്കം കുറഞ്ഞ എല്ലാ ആടിനെ പോലെയായിരുന്നു ജിറാഫ്. ഫുഡ് കിട്ടാതായപ്പം സ്ട്രെച്ച് ചെയ്തിട്ട് എന്താ കഴുത്ത് നീണ്ടുപോയതാണ് എന്നാണ് ലാമാർക്ക് പറഞ്ഞത്. അപ്പോൾ ഇവർ രണ്ടും കൂടെ എന്താണ് ജിറാഫിൻ്റെ കേസിൽ പറഞ്ഞതെന്ന് ആലോചിക്കാം. പിന്നെ നിയോഡാർവിസം ഉണ്ട്. എന്ന് വെച്ചാൽ ഡാർവിന് വേരിയേഷൻ ഉണ്ടായി എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. എന്തുകൊണ്ട് വേരിയേഷൻ ഉണ്ടായി, എങ്ങനെയാണ് ഒരു ക്യാരക്ടർ അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്ന ഹെറിഡിറ്റി അങ്ങനത്തെ പറ്റിയൊന്നും, ജെനറ്റിക്സിനെ പറ്റി കാര്യമായിട്ടൊന്നും ആർക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഡാർവിന് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് നല്ല പെർഫെക്റ്റായ ഡാർവിനിസം തിയറി കൊണ്ടുവന്നതാണ് നിയോ ഡാർവിനിസം തിയറി. അപ്പോൾ വേരിയേഷനെയും ക്രോസിംഗ് ഓവറിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ആരാ? ഗ്രഹർ ജൊഹാൻ മെൻഡൽ അല്ലേ. മെൻഡലിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ഇതിൽ ചേർത്ത്
നല്ല പെർഫെക്റ്റ് ആക്കി മാറ്റി. അതിനെയാണ് നിയോഡാർവിസം എന്ന് പറയുന്നത്. പിന്നെ എവല്യൂഷൻ തിയറി എങ്ങനെയാണ് മെഡിക്കൽ ഫീൽഡിന് ഉപകാരമായെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ്, ന്യൂമോണിയ വന്ന ഒരാൾ ആദ്യം ആൻറ്റിബയോട്ടിക് കൊടുത്തപ്പോൾ റിക്കവറായി, രണ്ടാമത് കൊടുത്തും മരിച്ചു. അപ്പം നോക്കിയ സമയത്ത് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. എന്താണ്, DNA മ്യൂട്ടേഷൻ സംഭവിച്ചത്. അത് എവല്യൂഷൻ പഠിച്ചത് കൊണ്ടാണ് മ്യൂട്ടേഷൻ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ആ എവല്യൂഷൻ അറിഞ്ഞത് കൊണ്ട് തന്നെ ആദ്യം അസുഖം വന്നാൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ രണ്ടാമതും അത് തന്നെ വരുന്ന സമയത്ത് ആ മരുന്ന് മാറ്റി കൊടുത്ത് അയാളെ ജീവൻ രക്ഷിക്കാൻ പറ്റി. പാരമ്പര്യമായിട്ട് ചില അസുഖങ്ങളൊക്കെ കൈമാറില്ലേ, അതൊക്കെ ഇല്ലാതാക്കാനൊക്കെ എവല്യൂഷൻ കൊണ്ട് സാധിച്ചു. പിന്നെ നമ്മൾ ഏതൊക്കെ ഡൊമൈൻസ് പഠിച്ചില്ലേ, 9ാം ക്ലാസ്സിൽ 3 ഡൊമൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ? ആർക്കിയ, യൂക്കാരിയ, പിന്നെ ഏതാ? ആർക്കിയ, യൂക്കാരിയ, ബാക്ടീരിയ അല്ലേ. 3 ഡൊമൈൻസ് പഠിച്ചിട്ടുണ്ടാകും. 3 ഡൊമൈൻസിന് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ആർക്ക് നോക്കിയാലും മൊത്തമായിട്ടുള്ള ഒരു കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് LU ആണ്, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. പിന്നെ MRCA മോസ്റ്റ് റീസെൻ്റ് ആയി കിടക്കുന്ന ആൻസിസ്റ്റർ. അപ്പം ലൂക്ക, MRCA അത് ഫുൾ ഫോം പഠിച്ചു വെക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ലൂക്ക ആൻഡ് MRCA എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ ഫോം എഴുതി വെക്കാൻ അറിയണം. പിന്നെ നമ്മൾ നോക്കിയത് സ്പീസിയേഷൻ ആണ്. സ്പീസിയേഷൻ എന്താ? ഡൈവേഴ്സിറ്റി അല്ലേ. ബയോഡൈവേഴ്സിറ്റി മൂലം ഒരു സ്പീഷീസിൽ നിന്ന് തന്നെ പല പല സ്പീഷീസിലേക്ക് മാറ്റം വന്നതിനെയാണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാ? ചുറ്റുപാടോ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പല സ്പീഷീസുകളായി മാറി വീണ്ടും അവർക്ക് പരസ്പരം കാണുന്ന സമയത്ത് എന്താണ്, റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് പല പല സ്പീഷീസുകളായിട്ട് മാറുകയാണ് സ്പീഷിയേഷൻ എന്ന സ്റ്റേജിൽ വന്നത്. പിന്നെ മോളിക്കുലർ ബയോളജി, എവിഡൻസ് ഓഫ് എവല്യൂഷൻ. അതിൽ ആദ്യം ഇമ്പോർട്ടൻ്റ് ആണ് മോളിക്കുലർ ബയോളജി അല്ലേ. എന്നാൽ എല്ലാവരുടെയും ഹീമോഗ്ലോബിൻ ഉണ്ട് അല്ലേ. എല്ലാവരുടെ ബ്ലഡിലും ഹീമോഗ്ലോബിൻ ഉണ്ട്. ഹീമോഗ്ലോബിലെ ഒരു പ്രോട്ടീനാണ് ഗ്ലോബിൻ എന്ന് പറയുന്നത്. ആ ഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ബീറ്റാ ചെയിനും ആൽഫ ചെയിനും ഉണ്ട്. ആ ബീറ്റാ ചെയിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ അമിനോ ആസിഡാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ ബീറ്റാ ചെയിനിൽ അമിനോ ആസിഡിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കിയ സമയത്ത് നമ്മളുടേത് എങ്ങനെയാണോ അതുപോലെയാണ് ചിമ്പാൻസിക്കുള്ളത്. ഗോറില്ലയ്ക്ക് ഒരു മാറ്റവും എലിക്ക് 31 മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലായി? നമ്മളുമായിട്ട് ഏറ്റവും ബന്ധം പുലർത്തുന്ന ആൾ ചിമ്പാൻസിയാണ്. അത് കഴിഞ്ഞിട്ട് ഗോറില്ല ആണ്. അപ്പോൾ മനുഷ്യനുമായിട്ട് ഏറ്റവും ബന്ധം പുലർത്തുന്ന ജീവി ചിമ്പാൻസിയാണ്. കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോളിക്കുലർ ബയോളജിയാണ് അവിടെ എഴുതി വെക്കേണ്ടത്. ഇത് നമ്മൾ ചിമ്പാൻസിൻ്റെ DNA ന്യൂക്ലിയോടൈഡ് നോക്കിയ സമയത്ത് അതുമായിട്ട് ഏറ്റവും റിലേഷൻ നോക്കുന്നത് അല്ല ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തുന്ന ആൾ ഹ്യൂമൻ തന്നെയാണ്, മനുഷ്യനാണ് ചിമ്പാൻസിയായിട്ട് ഏറ്റവും ബന്ധമുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഗോറില്ല, അത് കഴിഞ്ഞിട്ടാണ് മങ്കി വരുന്നത്. പിന്നെ വരുന്നത് അനാട്ടമിയാണ്. അനാട്ടമിയിൽ എന്താണ്, പുറത്തുള്ള സ്ട്രക്ചറും ഫങ്ഷൻസും ഒക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ കൂടി പല ജീവികളുടെയും ഇൻറ്റേർണൽ സ്ട്രക്ചർ, കൈകളുടെയൊക്കെ ഇൻറ്റേർണൽ സ്ട്രക്ചർ സിമിലർ ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും. അതാണ് അനാട്ടമിയിൽ പറഞ്ഞത്. ദെൻ അടുത്തത് ഫോസിൽ എവിഡൻസ് ആണ്. ഹോഴ്സിൻ്റെ കേസിൽ എന്താ, അവരുടെ ഹോഴ്സിൻ്റെ ആദ്യത്തെ കുതിരേൻ്റെ ആദ്യത്തെ എല്ല് കിട്ടിയ സമയത്ത്, ഫോസിൽ കിട്ടിയ സമയത്ത് ആദ്യം ഉണ്ടായ പൂർവികനായ കുതിരയ്ക്ക് എന്താണ്, കാല് ചെറിയ കാലാണ് അല്ലേ, കുഞ്ഞിക്കാലാണ്. പക്ഷെ അതിന് എവല്യൂഷൻ സംഭവിച്ചാണ് ഇന്നത്തെ പോലെ കുതിരയായി മാറിയത്. ദെൻ അടുത്തത് കണക്റ്റിംഗ് ലിങ്ക്സ് ചോദിക്കും. കണക്റ്റിംഗ് ലിങ്ക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെപ്റ്റൈൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ക്യാരക്ടർ വന്നിട്ടുള്ള ഒരു ജീവിനെ നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് ആർക്കിയോടെറിക്സ് എന്ന് പറയുന്നത്. പിന്നെ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ദിനോസറിൻ്റെയും മാമോത്തിൻ്റെയും ഒക്കെ ഫോസിൽ കിട്ടിയ സമയത്താണ് ഇന്ന ജീവികൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് എവല്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും വന്നിട്ടുണ്ട്. ദെൻ അടുത്തത് നമ്മളും ആൺകുരങ്ങുകളും കുരങ്ങ് വർഗ്ഗങ്ങളും അല്ലെങ്കിൽ സസ്തനികളൊക്കെ കൂടുന്ന ആ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് പ്രൈമറ്റ്സ് എന്ന് പറയുന്നത്. പ്രൈമറ്റ്സിന് പ്രത്യേകത എന്താ, നമ്മളുടെ ഈ ഒരു വിരൽ വെച്ച് നമുക്ക് പല വിരലിനെയും ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ബൈനോക്കുലർ വിഷനാണ്, നമുക്ക് നല്ല രീതിയിൽ 2 കണ്ണുകൊണ്ട് കാണാൻ ഈ ഒരു ബൈനോക്കുലർ വിഷൻ നമുക്കുണ്ട്. പിന്നെ ഈ ഒരു വിരൽ വെച്ചിട്ട് ടച്ച് ചെയ്യാനുള്ളതൊക്കെ നമ്മളുടെ പ്രൈമറ്റ്സിൽ വരുന്നവരുടെ പ്രത്യേകതയാണ്. ഈ പ്രൈമറ്റ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താ, സെർക്കോപിത്തഗോഡിയ, ഹോമിനീഡിയ. സെർക്കോപിത്തഗോഡിയ എന്ന് പറയുമ്പോൾ സ്മോൾ ബ്രെയിൻ ആയിരിക്കും, വലിയ ടെയിലായിരിക്കും. അതിൽ വരുന്നത് മങ്കി മാത്രമാണ്. എന്നാൽ ഹൊമിനീഡിയ വരുന്നത് 5 ആളുണ്ട്. ഗിബൺ, ഒറാങ്കുട്ടാൻ, ഗോറില്ല, ചിമ്പാൻസി, ഹ്യൂമൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബിഗ് സൈസ് ബ്രെയിനും ആയിരിക്കും, ടെയിൽ ഉണ്ടാവില്ല. ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നത് മിക്സ് ആയിട്ട് തരും. ചിമ്പാൻസി, ഗോറില്ല, മങ്കി, ഗിബൺ എന്നൊക്കെ പറഞ്ഞ് തരും. കൂടുതൽ പെടാത്ത എന്താ കാരണം ചോദിക്കാം. കാരണം മങ്കിയാണ്, മങ്കി സെർക്കോപിത്തഗോഡിയാണ്, മറ്റതെല്ലാം ഹൊമിനീഡിയാണ്. ആ രീതിയിൽ അവിടുന്ന് ക്വസ്റ്റ്യൻ വരാം. അടുത്തത് ഹ്യൂമൻ്റെ എവല്യൂഷണറി പാത്താണ്. ഇത് ഓർഡറിൽ തന്നെ പഠിക്കുക. ഇതിൻ്റെ ഫങ്ഷൻസ് അല്ലെ സവിശേഷതകൾ പഠിച്ചു വെക്കുക. എന്താ, സഹലേത്രോംബച്ചാൻഡിസിസ്, ആസ്ട്രോപിത്തേക്കസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറിറ്റക്സ്, ഹോമോ നിയാൻഡർതാലിസ്, ലാസ്റ്റ് ഹോമോ സാപ്പിയൻസിലേക്ക് എത്തി. ദെൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നത്, മരിച്ച ശേഷം മറവ് ചെയ്യുന്ന രീതി, മണ്ണിനടിയിൽ മൂടുന്ന ഒരു രീതി കൊണ്ടുവന്നത് ആരാന്ന് വെച്ചാൽ ആരാണ്, നിയാൻഡർതാലിസ് ആണ്. ആയുധങ്ങൾ ഉപയോഗിച്ചത് ഹോമോ ഹാബിലിസ് ആണ്. അങ്ങനെ സവിശേഷതകൾ ചോദിച്ചത് മാച്ച് ദ ഫോളോവിങ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗമാണ് എവല്യൂഷൻ്റെ ഭാഗത്ത് വരുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ന്യൂറോണിൻ്റെ ഇതാണ്. നെർവസ് സിസ്റ്റമാണ്. നെർവസ് സിസ്റ്റത്തിൽ ആദ്യം നോക്കുന്നത് ന്യൂറോണാണ്. ന്യൂറോണിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
4 മാർക്കിന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുള്ള ഏറ്റവും വലിയ ഭാഗമാണ്. ആദ്യത്തെ ഡാർവിനിസത്തിൽ നിന്ന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. ദെൻ ഇവിടുന്ന് ന്യൂറോണെന്നും ക്വസ്റ്റ്യൻ വരാം. ന്യൂറോണിന്റെ സ്ട്രക്ചർ വരച്ചിട്ട് അതിന്റെ ഓരോ ഭാഗം അടയാളപ്പെടുത്താൻ ചോദിക്കും. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല, ഫംഗ്ഷൻ ചോദിച്ചുകൊണ്ടാണ് അടയാളപ്പെടുത്താൻ പറയുക. വരച്ച ശേഷം ഇവിടുന്ന് 3-4 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഏറ്റവും ലോങ്സ്റ്റ് ഫിലമെന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആക്സോൺ ആണ്. പിന്നെ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് മെസ്സേജ് ക്യാരി ചെയ്യുന്ന ഭാഗം ചോദിച്ചാൽ ഡെൻഡ്രൈറ്റ് ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ കാണപ്പെടുന്ന സാധനം സിനാപ്റ്റിക് നോബാണ്. ഏതാണ് എക്സാമ്പിൾ ന്യൂറോ ട്രാൻസ്മിറ്ററിന്? അസറ്റൈൽ കോളിൻ. സെൽ ബോഡിയിൽ നിന്നുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഫിലമെന്റ് ഏതാണെന്ന് വെച്ചാൽ ഡെൻഡ്രോൺ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് വരാം. അത് കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്താൻ പഠിച്ചു വെച്ചിരിക്കുക. ദെൻ ഒളിഗോ ഡെൻഡ്രോസൈറ്റ് ഉണ്ട്, എപ്പൻഡേമൽ സെൽസ് അല്ലേ, ഇതൊക്കെ എന്തായിരുന്നു? ന്യൂറോക്ലിയൽ സെൽസ് അല്ലേ, ന്യൂറോണിന്റെ അടുത്ത് കാണപ്പെടുന്ന സപ്പോർട്ടീവായി നിൽക്കുന്ന സെൽസ് ആണ് ന്യൂറോക്ലിയൽ സെൽസ്. ഈ 5 ഓർത്ത് വെക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒളിഗോഡെൻഡ്രോസൈറ്റും ഷ്വാൻ സെല്ലും. ഒളിഗോഡെൻഡ്രോസൈറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? സ്പൈനൽ കോഡിലും ബ്രെയിനിലും. എന്നാൽ ഷ്വാൻ സെല്ല് കാണപ്പെടുന്നത് ന്യൂറോണിലാണ് കാണപ്പെടുന്നത്. ദെൻ ഇവിടെ ഒരു എപ്പൻഡേമൽ സെൽസ് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. എപ്പൻഡേമൽ സെൽസ് ഒരു ഫ്ലൂയിഡ് നിർമ്മിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഏത് ഫ്ലൂയിഡാ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. പിന്നെ നമ്മളുടെ ആക്സോണിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ലെയർ ആണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. മൈലിൻ ഷീത്തിന്റെ കളർ എന്താണ്? ഷൈനി വൈറ്റ് കളറാണ് മൈലിൻ ഷീത്തിന്റെ. മൈലിൻ ഷീത്തിന്റെ 4 ഫംഗ്ഷൻസ് ഓർത്ത് വെച്ചേക്കുക. എന്തൊക്കെയാണ്? ഓക്സിജൻ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യും, ഇൻസുലേറ്റഡ് ആയിട്ട് ആക്ട് ചെയ്യും, മെസ്സേജ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കും, പിന്നെ എക്സ്റ്റേണൽ ഇഞ്ചുറീസിന് പ്രൊട്ടക്ട് ചെയ്യും. ഈ ഒരു പിക്ചർ തന്നിട്ട് ഇത് ഏതാണ് ഭാഗം, അതിന്റെ ഫംഗ്ഷൻ ചോദിക്കാം. ദെൻ ന്യൂറോക്ലിയർ സെൽസിന്റെ 3 ഫംഗ്ഷൻസ് ഉണ്ട്, ആലോചിച്ച് നോക്കണം. ന്യൂട്രീഷൻ തരുന്നു, വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നു, ഡിഫൻസ് സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ ഷൈനി വൈറ്റ് കളറാണ് മൈലിൻ ഷീത്തിന് എന്ന് പറഞ്ഞാൽ മൈലിൻ ഷീത്ത് കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്ററും കാണപ്പെടാത്ത ഭാഗം ഗ്രേ മാറ്ററുമാണ്. ദെൻ നെർവ് സിസ്റ്റത്തിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവ് സിസ്റ്റം. സെൻട്രലിൽ വരുന്നതാണ് ബ്രെയിനും സ്പൈനൽ കോഡും. പെരിഫറലിൽ വരുന്നത് 12 പെയേഴ്സ് ക്രാനിയൽ നെർവ്സ്, 31 പെയേഴ്സ് സ്പൈനൽ നെർവ്സ്. പിന്നെ വരുന്നതാണ് റിസപ്റ്റേഴ്സും ഗാംഗ്ലിയും ആണ് വരുന്നത്. 4 പേര് വരുന്നുണ്ട്. പിന്നെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു ലെയർ ഉണ്ട്. ആ ലെയറിന് പറയുന്ന പേരാണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസിന്റെ ഉള്ളിലെ ലെയറിലും ബോഡി അല്ല ബ്രെയിൻ ക്യാവിറ്റിയിലും സ്പൈനൽ കോഡിലെ സെൻട്രൽ കനാലിലും ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും. എന്താണ് പേര് പറയുന്നത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതിന് 4 ഫംഗ്ഷൻ ഉണ്ട്, ആലോചിച്ച് വെക്കുക. ഓക്സിജൻ കൊടുക്കുന്നുണ്ട്, വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ഇഞ്ചുറീസിന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂറോക്ലിയർ സെല്ലിലെ എപ്പൻഡൈമൽ സെല്ല് സഹായിക്കുന്നത്. ദെൻ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെറിബ്രം. നമ്മുടെ ബ്രെയിൻ ആണ് സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്. പിന്നെ ബ്രെയിൻ സ്റ്റെം ആയിട്ടുള്ള മിഡ് ബ്രെയിൻ, പോൺസ്, മിഡിൽ ഓബ്ലോങ്കേട്ട. ഇത് അടയാളപ്പെടുത്താൻ വേണ്ടി ചോദിക്കും, വരയ്ക്കാൻ വരാതില്ല. സാധാരണ AB എന്ന് കൊടുത്തും ഏതാണ് ഭാഗം എന്താണ് ഫംഗ്ഷൻ എന്ന് തിരിച്ചു ചോദിക്കും, അല്ലെങ്കിൽ മാച്ച് ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ സെറിബ്രം എന്ന് ആലോചിക്കുന്ന സമയത്ത് എന്താണ്? സെറിബ്രമാണ് ഏറ്റവും വലിയ ബ്രെയിന്. ഇന്നർ പാർട്ട് മെഡുല്ലയാണ്, ഔട്ടർ കോർട്ടക്സ് ആണ്. നമ്മളുടെ ചിന്ത, നമ്മളുടെ ഭാവന, നമ്മളുടെ എന്താണ് ബുദ്ധിയൊക്കെ ഇരിക്കുന്ന എവിടെയാണ്? സെറിബ്രത്തിലാണ്. സെൻസറി എക്സ്പീരിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സെറിബ്രം ആണ്. നമ്മൾ ഇമാജിനേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സെറിബ്രം ആണ്. ആലോചിക്കുക. സെറിബെല്ലം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാനാണ്. തലാമസിന്റെ കേസിൽ പറഞ്ഞു, തലാമസ് പെയിൻ കില്ലർ അഫക്ട് ചെയ്യുന്ന ഭാഗം തലാമസ് ആണ്. മെസ്സേജിന്റെ റിലേ സ്റ്റേഷൻ തലാമസ് ആണ് അല്ലേ. നമുക്ക് തലവേദന വരുന്ന സമയത്ത് പെയിൻ കില്ലർ കഴിച്ചു എന്ന് ആലോചിക്കുക, തലാമസ്. നമ്മുടെ തല ഏറ്റവും കൂടുതൽ മസാജ് ചെയ്യുന്ന സാധനമാണ് തല. മെസ്സേജിന്റെ റിലേ സ്റ്റേഷൻ ചോദിച്ചാൽ തലാമസ്. നമുക്കിപ്പം ഹൈ ആയിട്ടുള്ളതാണ് വിശപ്പ്, ദാഹം തുടങ്ങിയത് അല്ലേ. വിശപ്പുണ്ട്, ദാഹമുണ്ട്, ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് ഭയങ്കര ഹൈ ആണ്. വിശക്കുന്ന സമയത്ത് നമ്മൾ ഹോമിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു ഇതിൽ നിന്ന് കിട്ടണം. ഹൈ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ ഹൈപ്പോ തലാമസ് എന്ന് ആലോചിക്കുക. ഹൈപ്പോ തലാമസ് ആണ് നമ്മളുടെ വിശപ്പും ദാഹവും ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ബ്രെയിൻ സ്റ്റെമ്മിന്റെ 3 ഭാഗമുണ്ട്, മിഡ് ബ്രെയിൻ, പോൺസ്, മിഡിൽ ഓബ്ലോങ്കേട്ട. മിഡ് ബ്രെയിൻ ആണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ ആദ്യ കാര്യം എത്തുന്നത് മിഡ് ബ്രെയിനിലാണ്. നമ്മുടെ കണ്ണ് പുരുക്കം ചലിക്കാൻ സഹായിക്കുന്നത് മിഡ് ബ്രെയിൻ ആണ്. പോൺസ് ആണ് നമ്മുടെ ഫേസിലെയും ഐയിലെയും മസിൽസിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് പോൺസ് ആണ്. വെന്റിലേഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മെഡുല്ല ഒബ്ലോങ്കേട്ടയാണ് നമ്മുടെ ഇൻവോളണ്ടറി ആക്ടിവിറ്റി, ഹാർട്ട് ബീറ്റ്, റെസ്പിറേഷൻ തുടങ്ങിയ ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ കഫിങ്, സ്നീസിങ്, വോമിറ്റിങ് അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളും മെഡുല്ലയാണ്. അപ്പോൾ ഇവിടെ മാറിപ്പോകുന്ന കാര്യം സെറിബ്രത്തിൻ്റെയും മെഡുല്ല ഒബ്ലോങ്കേട്ടേൻ്റെ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് മാറിപ്പോകും. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ അത് മെഡുല്ലയായിരിക്കും, വോളണ്ടറി എന്ന് പറഞ്ഞാൽ സെറിബ്രമാണ് അല്ലേ. നമ്മൾ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് വോളണ്ടറി. നമ്മൾ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് ആരാണ്? സെറിബ്രം. ഇൻവോളണ്ടറി എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഹാർട്ട് ബീറ്റ്, റെസ്പിറേഷൻ നമ്മൾ ഇഷ്ടത്തിനാണോ? അല്ല. അങ്ങനെയുള്ളതിനാണ് ഇൻവോളണ്ടറി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്നതാണ് മെഡുല്ല ഒബ്ലോങ്കേട്ട. പിന്നെ വരുന്നത് സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡിന്റെ 3 ഭാഗമുണ്ട്. സെൻട്രൽ കനാൽ ഉണ്ട് അല്ലേ. സെൻട്രൽ കനാലിൽ എന്തുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. പിന്നെ ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും. ഡോർസൽ റൂട്ടിൽ നിന്നാണ് മെസ്സേജ്
ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിലെ മെസ്സേജിനെ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്ന ഒരു ഡോർസൽ റൂട്ട്. ആ മെസ്സേജിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷനുമായിട്ട് തിരിച്ച് ബോഡിയിലേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ട്. ഈ 3 ഭാഗവും ആലോചിച്ച് വെക്കുക. പിന്നെ എങ്ങനെയാണ് ഒരു ന്യൂറോണിൽ കൂടി മെസ്സേജ് പോകുന്നത്? എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. നോർമലി എല്ലാ സെൽസിനും ചാർജ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ? പുറത്തെന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്, ഉള്ളിൽ നെഗറ്റീവ് ചാർജ് ആണ്. എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് കിട്ടുന്ന സമയത്ത് പോസിറ്റീവ് ചാർജ് ഉള്ളിലേക്ക് കയറുകയും ആ മെസ്സേജ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. മൂവ് ചെയ്തിട്ട് എവിടെയെത്തും? സ്പൈനൽ കോഡിലേക്ക്. സ്പൈനൽ കോഡിലല്ല, സിനാപ്റ്റിക് നോബിലെത്തും. ഇവിടെ വരുന്ന സമയത്ത് 3 ടേംസ് ആലോചിച്ച് നോക്കുക. ഏതൊക്കെയാ? സിനാപ്സ്. സിനാപ്സ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് മെസ്സേജ് കൈമാറ്റം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? സിനാപ്സ് എന്ന് പറയുന്നത്. ദെൻ 2 ന്യൂറോണുകൾക്കിടയിലുള്ള ആ ഗ്യാപ്പിന് പറയുന്നതാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ദെൻ ഡെൻഡ്രൈറ്റിന്റെ മുകളിൽ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്ന ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ദെൻ നമ്മൾ പറഞ്ഞു സിനാപ്റ്റിക് നോബിലാണ് എന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഉള്ളത് അല്ലേ? ആ ന്യൂറോ ട്രാൻസ്മിറ്ററിനുള്ളിൽ കാണപ്പെടുന്നതാണ് എന്ത്? ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ എവിടെയാണ് കാണുന്നത്? സിനാപ്റ്റിക് നോബിൽ എന്തുണ്ടെന്ന് പറഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ എവിടെയാണ് കാണപ്പെടുന്നത്? സിനാപ്റ്റിക് വെസിക്കിൾസ്. കുറച്ച് ടേംസ് ഇവിടെ ഉണ്ട്, അടയാളപ്പെടുത്താൻ ചോദിക്കും. അപ്പോൾ നമുക്കിവിടെ പുറത്ത് പോസിറ്റീവ് ആയിരുന്നു, ഉള്ളിൽ നെഗറ്റീവ് ആയിരുന്നു. ഒരു ഇമ്പൾസ് കിട്ടിയപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ളിലേക്ക് കയറി മൂവ് ചെയ്ത് ഇവിടെ എത്തി സിനാപ്റ്റിക് നോബിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനാപ്റ്റിക് നോബിൽ എത്തിയ സമയത്ത് അവിടെ ആരുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ അത് ഉന്തി പുറത്ത് കൊണ്ടുപോയിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെ പൊട്ടുന്ന സമയത്ത് ഇത് എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റിന്റെ റിസപ്റ്റർ കാണപ്പെടുന്ന ഭാഗത്തിന് പറഞ്ഞ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ആണ്. ഈ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിന് ഇതിനെ ന്യൂറോ ട്രാൻസ്മിറ്ററെ ക്യാരി ചെയ്തോളും. പിന്നെ അത് മൂവ് ചെയ്ത് ഇത് കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ന്യൂറോൺസ് ആണ്. ന്യൂറോൺസിന് 3 ടൈപ്പ് ഉണ്ട്. സെൻസറി ഉണ്ട്, ഇന്റർ ഉണ്ട്, മോട്ടോ ന്യൂറോൺ ഉണ്ട്. സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മളുടെ റിസപ്റ്റേഴ്സിൽ എത്തുന്ന സ്റ്റിമുലസിനെ കറക്റ്റായിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നത് സെൻസറി ന്യൂറോൺ ആണ്. അതിനെ കറക്റ്റായി ഇൻസ്ട്രക്ഷൻ ആയിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം മാറ്റുകയും ആ ഇൻസ്ട്രക്ഷനെ ഇന്റർ ന്യൂറോൺ മോട്ടോ ന്യൂറോണിലേക്ക് എത്തിക്കും. ഈ മോട്ടോ ന്യൂറോൺ ആണ് നമ്മളുടെ എവിടെയാണോ, മസിലാണോ, ഏത് ഭാഗത്താണോ, ഓർഗൻസിലാണോ നമുക്ക് എത്തിയ സ്റ്റിമുലസ് അവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഇന്ന സ്റ്റിമുലസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആരാണ്? മോട്ടോ ന്യൂറോൺ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 സൈസ് ന്യൂറോൺ ഉണ്ട്. എന്ത്? സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോ ന്യൂറോൺ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെർവ് എന്താ? കുറേ ന്യൂറോൺസിനെ ചേർത്ത് വെച്ച് ഒരു കണക്റ്റീവ് ടിഷ്യൂ കവർ ചെയ്യുന്നതിലാണ് നെർവ് എന്ന് പറയുന്നത്. 3 തരത്തിൽ നെർവ് ഉണ്ട്. സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സഡ് നെർവ്. സെൻസറി നെർവ് നിർമ്മിച്ചിരിക്കുന്നത് സെൻസറി ന്യൂറോൺ ആണ്. അതുകൊണ്ട് തന്നെ സെൻസറി ന്യൂറോണിന്റെ ഫംഗ്ഷൻ എന്താണോ അത് തന്നെയാണ് സെൻസറി നെർവ് ചെയ്യുന്നത്. എന്താണ്? വിവിധ സ്റ്റിമുലസ് നമ്മൾ റിസപ്റ്ററിൽ എത്തുന്ന സ്റ്റിമുലസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുക എന്നതാണ് സെൻസറി നെർവിന്റെ ഫംഗ്ഷൻ. മോട്ടോ നെർവ് ഉണ്ടാക്കി വെക്കുന്നത് മോട്ടോ ന്യൂറോൺ കൊണ്ടാണ്. മോട്ടോ ന്യൂറോണിന്റെ അതേ ഫംഗ്ഷനാണ് മോട്ടോർ നെർവിന്. എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയ ആ ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് ഓർഗൻസിലേക്കോ അല്ലെങ്കിൽ മസിൽസിലേക്കോ തിരിച്ചെത്തിക്കുന്ന ആളാണ് മോട്ടോ നെർവ്. then ഇവിടെ ഒരു മാറ്റം വന്നത് മിക്സഡ് നെർവാണ്. മിക്സഡ് നെർവ് എന്ന് പറയുന്നത് എന്തൊക്കെ കൂടി ചേർന്നാണ്? മോട്ടോ ന്യൂറോണും സെൻസറി ന്യൂറോണും ചേർത്തതാണ് മിക്സഡ് നെർവ് ഉള്ളത്. അപ്പോൾ മെസ്സേജിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തിക്കും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഇൻസ്ട്രക്ഷൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ആർക്ക് കഴിവുണ്ട്? മിക്സഡ് നെർവിന് കഴിവുണ്ട്. ലാസ്റ്റ് ആണ് ഓട്ടോണോമസ് നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഇൻവോൾവ് ആവാതെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഓട്ടോ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഓട്ടോ നെർവ് സിസ്റ്റത്തിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് എന്ന് പറയും. സിമ്പത്തറ്റിക് എന്ന് പറയുന്നത് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു മാറ്റമാണ് സിമ്പത്തറ്റിക്കിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ എമർജൻസി സിറ്റുവേഷൻ കഴിഞ്ഞ് നമ്മൾ റിലാക്സ്ഡ് സ്റ്റേജിലേക്ക് എത്തിക്കുന്നതാണ് ഒരു പാരാസിമ്പത്തറ്റിക് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മിക്സ് ആക്കിയിട്ട് തരും. ഈ 2 ഭാഗം മിക്സ് ആയിട്ട് ചെയ്തിട്ട് സിമ്പത്തറ്റിക്കിലും പാരാസിമ്പത്തറ്റിക്കിലും വരുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും. സിമ്പത്തറ്റിക്കിൽ ഏതാണ് വരുന്നത്, പാരാസിമ്പത്തറ്റിക്കിൽ ഏതാണ് വരുന്നത് ഇതുപോലെ തരും. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ നിന്ന് വരുന്നത് ഒന്ന് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അഡ്രീനൽ ഗ്ലാൻഡ് സിമ്പത്തറ്റിക്കിൻ്റെ കേസിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ സിമ്പത്തറ്റിക്കിൻ്റെ കേസിൽ അഡ്രീനൽ ഗ്ലാൻഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ പാരാസിമ്പത്തറ്റിക്കിൻ്റെ മേലിൽ ഒരു ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ ക്യാരക്ടർ ഓർത്ത് വെച്ചോളണം. പാരാസിമ്പത്തറ്റിക്കിൻ്റെ ക്യാരക്ടർ ഓർത്ത് വെച്ചോളണം. ഇത് മിക്സ് ആക്കിയിട്ട് നിന്നിട്ട് ക്ലാസിഫൈ ചെയ്യാൻ തരുന്നതാണ്. ലാസ്റ്റ് വരുന്നതാണ് എന്താണ്? റിഫ്ലക്സ് ആക്ഷൻ എന്നല്ലേ. നമുക്കൊരു എന്തെങ്കിലും പെട്ടെന്നൊരു ആകസ്മികമായിട്ട് എന്തെങ്കിലും ഒരു പ്രോസസ്സ് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണിത് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു പാത്തിനെയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർഡറിൽ എഴുതാൻ വരും. ആദ്യം ഇതെന്താണ്? സ്റ്റിമുലസ് അല്ലേ. തീ എന്ന് പറയുന്ന സ്റ്റിമുലസ് ആണ്. പൊള്ളുന്ന സമയത്ത് റിസപ്റ്റർ ആ പൊള്ളലിനെ ഏറ്റെടുത്തു. സെൻസറി ന്യൂറോൺ എവിടെ എത്തിച്ചു? സ്പൈനൽ കോഡിൽ എത്തിച്ചു. സ്പൈനൽ കോഡിൽ നിന്ന് അത് ഇൻസ്ട്രക്ഷൻ ആക്കി മാറ്റി ഇന്റർ ന്യൂറോൺ അതിന് മോട്ടോ ന്യൂറോണിന് കൊടുത്തു. മോട്ടോ ന്യൂറോൺ കറക്റ്റായിട്ട് മസിൽസിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇത്രയും ഭാഗമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഹൈഡ്ര എങ്ങനെയാണ് സെൻസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രയിൽ എന്തുണ്ട്? ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്.
പ്ലനേറിയൽ എന്തുണ്ട്, ഹെഡ് റീജിയനിൽ എന്ത് ഗാംഗ്ലിയ ഉണ്ട്. എന്നാൽ ഇൻസെക്റ്റിന്റെ കേസിൽ ഇൻസെക്റ്റിന് ഉണ്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ഉണ്ട്. ഓക്കെ, നെർവസ് സിസ്റ്റം ഇവർക്ക് ഹൈഡ്രയ്ക്കും പ്ലനറിക്കും കറക്റ്റ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റവും കാര്യങ്ങളൊന്നും ഇല്ല സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈഡ്രയ്ക്ക് സെൻസ് ചെയ്യണമെങ്കിൽ എന്തുണ്ട്, നെറ്റ്വർക്ക്, ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്. പ്ലനറിക്ക് ഗാംഗ്ലിയ ഉണ്ട്. ഇൻസെക്റ്റിനാണെങ്കിൽ ഡെവലപ്ഡ് ബ്രെയിൻ ആണ് ഉള്ളത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും നമ്മൾ പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്തു. പറഞ്ഞ ഭാഗങ്ങളൊന്നും വിടാതെ തന്നെ നല്ല രീതിയിൽ പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.